ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പെറ്റ് ഷോ കാണാൻ പോവാണ്. അവിടെ പള്ളിക്കലിൽ ഒരു പെറ്റ് ഷോ നടക്കും. മാമ്പഴമേളയും പെറ്റ് ഷോയും വ്യാപാരമേളയും ആണ്. ഇവിടെ 5-5:30 മണിയായപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തിയത്. നല്ല കളർഫുള്ളായിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അകത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 30 രൂപയാണ്. നമ്മൾ അകത്ത് കയറുമ്പോഴേക്കും മാവിന്റെ തന്നെ പലതരം തൈകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ തൈകളുടെ മുകളിലും ഏത് ഇനമാണ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. തെങ്ങിൻ തൈകളും തന്നെ പല വെറൈറ്റി ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. മാമ്പഴമേള ആയതുകൊണ്ടാവണം ആദ്യം തന്നെ മാവിൻ തൈകൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറേ പൂച്ചെടികളാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഇതിന്റെ എൻട്രി എന്ന് പറയുന്നത്. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴേക്കും പെറ്റ് ഷോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മക്കാവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. പലതരം പ്രാവുകളും കോഴികളും താറാവും പൂച്ചകളും ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വെറൈറ്റിയിലുള്ള പ്രാവുകളെ കാണാൻ പറ്റി കേട്ടോ. ഞാൻ ക്യാമറയായിട്ട് ചെന്നപ്പോഴേക്കും ആൾ തലയും പൊക്കി ഇങ്ങനെ വന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ കോഴികളാണ് ഉണ്ടായിരുന്നത്. അതും വെറൈറ്റീസ് തന്നെയായിരുന്നു. കുഞ്ഞു കുഞ്ഞു മുയലുകള്, പിന്നെ ഒരു കുഞ്ഞൻ എലി ഉണ്ടായിരുന്നു കേട്ടോ. ഈ മുയൽക്കുട്ടന്മാര് നോക്കി എന്താ ഭംഗിയല്ലേ. എക്സൈറ്റ്മെന്റ് മൊത്തവും ഇച്ചുവിനായിരുന്നു കേട്ടോ. ഇതാ ഇവിടെ ഒരു വെയില് വിരിച്ചിരിക്കുന്നുണ്ടല്ലേ, മയിലിനെ പോലെ. അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. അന്ന് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും കോഴിയാണ് കണ്ടത്. താറാവിനെയും പൂവൻ കോഴിയെയും ഒക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് നടന്നു. ഇച്ചു അങ്ങനെ താറാവിനെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കോഴിയെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും താറാവിനെ അങ്ങനെ അവൻ കണ്ടിട്ടില്ല. അവനത് കണ്ടപ്പോൾ വലിയ ഇഷ്ടമായി കേട്ടോ. ചില പക്ഷികളൊക്കെ ആക്റ്റീവായിരുന്നു, എന്നാൽ താറാവുകളെല്ലാം നല്ല സൈലന്റ് ആയിട്ടെങ്കിലും പമ്മിയിരിക്കലാണ് പതിവ്. പിന്നെ ഇവിടെ ഒരാൾ എന്തോ കഴിക്കുകയാണ് കേട്ടോ. വീഡിയോയിൽ മുഖം കാണാൻ ഒരു രക്ഷയുണ്ടായില്ല. പിന്നീട് നമ്മൾ പോയപ്പോൾ പലതരത്തിലുള്ള പൂച്ചകളെയാണ് കണ്ടത്. വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ ക്യൂട്ട് പൂച്ചകൾ, മുയൽക്കുട്ടികൾ, കുഞ്ഞനെലി, വെള്ള നിറത്തിലുള്ള കുഞ്ഞനെലിയെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ആളവിടെ കിടന്നുറങ്ങുക. വേറൊരാൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കി. വേറൊരാൾ പാവം പോലെ. അങ്ങനെ മുന്നോട്ട് നടന്നു. ഓരോ പക്ഷികളെയും മൃഗങ്ങളെയും കണ്ട് നമ്മൾ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ. ചില കോഴികളും പക്ഷികളും ഒക്കെ നമ്മൾ അടുത്തോട്ട് ചെന്ന് ക്യാമറ കാണിക്കുമ്പോഴേക്കും ഇനി വല്ല ഭക്ഷണവും കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല കേട്ടോ. അവർ നമ്മുടെ മുമ്പിലോട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അനൗൺസ്മെന്റിലാകെ പഞ്ചവർണ്ണത്തത്ത ഉണ്ടെന്നുള്ളതാണ് കേട്ടോ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ കയറിയത്. പഞ്ചവർണ്ണത്തത്തെ നോക്കി നടന്നപ്പോഴൊക്കെയും കോഴികളെ, ടർക്കിയെയും താറാവിനെയും പൂച്ചകളെയൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും നമുക്ക് അപ്പുറത്തെ വശത്തുകൂടി ഒന്ന് നോക്കാം. ചിലപ്പോൾ ആ വശത്തായിരിക്കും പഞ്ചവർണ്ണത്തത്ത ഉണ്ടാവുക കേട്ടോ. പല വെറൈറ്റികളുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ പേരുകളൊന്ന് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ കാണാൻ വരുന്നവർക്ക് കുറച്ചുകൂടെ രസകരമാവുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ അവർ ഒരു തരത്തിലുള്ള പേരുകളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് വെറൈറ്റി ആണെന്നോ ഒന്നും നമുക്ക് അതുകൊണ്ട് അറിയാനും കഴിയുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ കോഴികളെല്ലാം വെച്ചത്, മൊബൈൽ ക്യാമറ കാണിച്ചതും അവരെല്ലാം കൂടി കലപില ബഹളവും വഴക്കുമായിരുന്നു കേട്ടോ. കിളിയുടെ ചിറക് വിരിക്കൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാനങ്ങനെ നോക്കി നിന്നു. ഇതാണ് മക്കാവൂ എന്നാണ് തോന്നുന്നത്. പഞ്ചവർണ്ണത്തത്തെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കെന്തായാലും വീഡിയോ എടുത്താൽ ഇഷ്ടമായിട്ടില്ല. പിണങ്ങി പോകുന്ന പോലൊരു പോക്ക് അങ്ങോട്ട് പോയി. പിന്നീട് കുറച്ച് ലവ് ബേർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെറ്റ് ഷോയിൽ ഇത്രയൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത് വ്യാപാരമേളയിലോട്ടായിരുന്നു. അവിടെ ആദ്യം തന്നെ നമ്മൾ കണ്ടത് ഹരിത നഴ്സറിയാണ് കേട്ടോ. പലതരം പൂക്കളുടെയും ചെടികളുടെയും പച്ചക്കറികളുടെയും ഒക്കെ വിത്തിനങ്ങൾ അവിടെ അവൈലബിൾ ആയിരുന്നു. മാമ്പഴമേള കാണാൻ വന്നിട്ട് മാമ്പഴം എവിടെയെന്ന് ചോദിക്കരുത് കേട്ടോ. ഇതാണ് മാമ്പഴങ്ങളുടെ വെറൈറ്റി. പല വെറൈറ്റീസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ കിലോയ്ക്കും ഇത്ര രൂപ വെച്ച് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നീലം, ചെമ്പരത്തി വരിക്ക, പുളിശ്ശേരി മാങ്ങ, അങ്ങനെ പല വെറൈറ്റീസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചക്കയിൽ മാത്രമാണ് ഞാൻ ചെമ്പരത്തി വരിക്കാന്ന് കേട്ടിട്ടുള്ളത്. മാങ്ങയിലും ഉണ്ട് എന്നുള്ളത് പുതിയൊരു അറിവായിരുന്നു കേട്ടോ. പിന്നീട് 1-2 ഗെയിംസ് അവിടെ ആയിരുന്നു. നമുക്ക് ഉരുട്ടി വിട്ടിട്ട് എത്ര നമ്പറാണ് വരുന്നത് നോക്കി പ്രൈസ് കിട്ടുന്ന 18 മുതലാണ് അവിടെ പ്രൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് നിർഭാഗ്യവശാൽ 13 14 അങ്ങാണ്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇച്ചുവിൻ്റെ ഒരു ആഗ്രഹം നടന്നു എന്ന് മാത്രം. ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ അവിടെ കുറേ പ്രോഡക്ട്സ് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ട് ഭവനിലേക്ക് പോകാനുള്ള ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ
1-2 പ്രോഡക്റ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർക്കൊരു സഹായം പോലെ എന്തെങ്കിലും വാങ്ങാൻ ശ്രമിക്കണം കേട്ടോ. 1-2 ഫാൻസി ഷോപ്പുകളൊക്കെ നമ്മളിങ്ങനെ കറങ്ങി കണ്ടു. അധികമൊന്നും വാങ്ങിയില്ലെങ്കിലും നമുക്കിതൊക്കെ കാണാൻ വളരെ ഇഷ്ടമാണല്ലോ. ഒരുപാട് സാധനങ്ങൾ അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. കമ്മലുകളുടെ വെറൈറ്റീസ് തന്നെ ഉണ്ടായിരുന്നു. എനിക്കതെല്ലാം എടുത്ത് ഓടാനാണ് തോന്നിയത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ജിമിക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റീസാണ്, ലേഡീസിനൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ഹെയർ ബാൻഡുകളും കൊച്ചുകുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. കുറേ ടോയ്സും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കൂടുതലും മെറ്റൽസ് ആയിരുന്നു. 200 എബോവ് ആണ് എല്ലാത്തിനും വില ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഇച്ചുവിന് ചെറിയൊരു എലിയെ വാങ്ങിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിങ്ങ് പോരുന്നു കേട്ടോ. കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് കുപ്പിവളകളൊക്കെ കണ്ടത്. എനിക്ക് ആ കുപ്പിവള വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ മുതലാവില്ല എന്ന് വെച്ചതുകൊണ്ടാണ് ഞാൻ വാങ്ങാതിരുന്നത്. എനിക്ക് കുപ്പിവള ലാസ്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങാഞ്ഞത്. അപ്പോൾ പിന്നീട് ഞാൻ അങ്ങനെ എല്ലാ ഭാഗത്തും പോയി ക്ലിപ്പുകളും വളകളും ഹെയർ ബാൻഡുകളും സകലതും ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. എനിക്കതെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ ഇഷ്ടമാണ്. യൂസ് കുറവാണെങ്കിലും ഇതൊക്കെ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ കളർഫുള്ളായിട്ട് നിൽക്കുമ്പോൾ നമ്മളിതെല്ലാം കവർ ചെയ്ത് പോവും. ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് പറ്റിയ ബണ്ണാണ് കേട്ടോ. ബണ്ണും ഹെയർ ക്ലിപ്പുകളുമാണ്. ചെറിയുടെ ടൈപ്പിലുള്ളതാണ്. കുറേ ഹെയർ ആക്സസറീസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിൻട്രസ്റ്റി ഐറ്റംസ് ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ കുറേ ആക്സസറീസൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ആക്സസറീസ്, കുപ്പി, ഗ്ലാസ്സുകൾ, ഭരണികൾ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾക്കിവിടെ കാണാൻ പറ്റും. എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ കണ്ട് എക്സ്പ്ലോർ ചെയ്ത ശേഷം പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ടത്. പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ, ഒരുപാട് ഐറ്റംസ്. അതുമാത്രമല്ല ഹൽവയുടെ തന്നെ വെറൈറ്റി ഐറ്റംസ്, കോഴിക്കോടൻ ഹൽവയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും നൊസ്റ്റാൾജിക്കായിട്ട് തോന്നിയ കുറേ മിഠായികളാണ് കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മിഠായികൾ, അന്യം നിന്ന് പോയിട്ടുള്ള കാണാൻ പറ്റാത്ത ഒരുപാട് ടൈപ്പ് മിഠായികൾ. അതൊക്കെ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയായിട്ട്. ഈ സിഗരറ്റ് മിഠായിയൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ളതാണ്. UP ക്ലാസ്സിലും LP ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുള്ളതാണ്. താണ്ട് ഈ കോയിൻ ടൈപ്പ് മിഠായിയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ വാങ്ങിയത് ചോക്ലേറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ്. കഴിച്ചിട്ടുണ്ടായിരുന്നതും ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് കോഫി ബൈറ്റിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അത്ര ഒരു ഇഷ്ടം തോന്നിയില്ല. അതുകൊണ്ട് അവിടെ നിന്നും കുറച്ച് പലഹാരവും മിഠായിയൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറേ ബുക്ക് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ഐറ്റംസ് ABCDയുടെയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വന്നത് വൈകുന്നേരത്തായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചു പോകുന്നത് സന്ധ്യ കഴിഞ്ഞു കേട്ടോ. 7 മണിയോടടുപ്പിച്ചായി. അപ്പോഴേക്ക് ലൈറ്റൊക്കെ അവരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് മിഠായിയൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതൊരു ജെല്ലി ടൈപ്പ് മിഠായിയാണ്. പിന്നെ നമ്മൾ ഇഞ്ചി മിഠായിയും കോയിനും ഒക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.